എന്തായി അമ്മേ? ഞാൻ എന്താ മോനെ ഉപ്പേരിക്ക് മുറിക്കുന്നു മോളെ. നിങ്ങൾക്ക് ദോശ ഉണ്ടായിക്കോ. കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലേ? ആ ചൂടാവും. അമ്മ എന്റെ യൂണിഫോം എവിടെ വെച്ചേ? അവിടെ ഉണ്ട് മോളെ. എവിടെ? ആ മേശപ്പുറത്ത് മടക്കി വെച്ചിട്ടുണ്ടമ്മ. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എന്നോട് പറയണ്ട. അമ്മ എടുത്തതാ. അമ്മ അതെവിടെ? അമ്മ ഇതെവിടെ? യൂണിഫോം ഒക്കെ എടുത്തിടാനായില്ലേ? എപ്പോഴും മടക്കി വെക്കുന്നവിടെ വെച്ചിട്ടുണ്ടാകും. നീ എവിടെ ഇവിടുത്തെ പണി നോക്കും മോളെ. എടുത്തിട്ടിട്ട് വാങ്ങട്ടോ അങ്ങോട്ട്. വെറുതെ ഇങ്ങനെ അമ്മനെ ശല്യം ചെയ്യണ്ട. ആ അച്ഛന്റെ സ്വഭാവം അങ്ങനെ തന്നെ ഉണ്ടാ പെണ്ണിനും. ഈ അച്ഛമ്മക്ക് എന്തിനു കേടാ? ഞാൻ എന്റെ അമ്മയോടല്ലേ ചോദിച്ചേ. അമ്മയ്ക്ക് ഇവിടെ വേറെ എന്തെങ്കിലും പണിയുണ്ടോ? എനിക്കും അച്ഛന് ഫുഡ് ഉണ്ടാക്കുന്ന പണി തന്നെ ഉള്ളൂ. എനിക്കെന്തേ കഴിക്കാൻ എടുക്കേ? ആണോ? നിനക്ക് നിന്റെ അച്ഛനും രാവിലെ തുടങ്ങി വൈകുന്നേരം ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വേറെ പണിയൊന്നുമില്ല. പിന്നെ റെസ്റ്റേ വേണ്ട അല്ലേ? നിങ്ങളുടെ അടിമയാ നിന്റെ അമ്മ? കുറെ ഉണ്ടല്ലോ അച്ഛനും മോൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. അതെടുത്തതാ ഇതെടുത്തതാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് കഴിക്കും മോളെ. നിങ്ങളടുത്ത് സംസാരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ദോശ ഇങ്ങ് തന്നെ. എനിക്ക് ചോറാക്കി ബസ് ഇപ്പം വരും. നീ ആദ്യം ഇത് പോയി കഴിക്കി, എന്നിട്ടല്ലേ പിന്നെ ചോറാക്കുന്നത്. മോളുടെ സ്കൂളിലേക്ക് അമ്മ എത്ര മണിക്കാ വരണ്ടേ? അമ്മയോ? അമ്മനോട് ആരാ പറഞ്ഞ സ്കൂളിലേക്ക് വരാൻ? ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് വന്നോളൂ. എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ ഒന്ന് കാണണം. അമ്മ മാത്രമേ ഉള്ളൂ ഹൗസ് വൈഫ് ആയിട്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ ഒന്ന് കാണണം. മിണ്ടാതിരിക്കടി ഇവിടെ. അസത്തെ, നീ ആരെയാ കുറ്റം പറയുന്നത്? നിന്റെ അമ്മയത്. നിങ്ങളൊക്കെ വളർത്തി വലുതാക്കിയതേ അവളാ. നിന്റെ അമ്മ ജോലിക്ക് പോയാലോ നിനക്ക് ആര് വെച്ച് വിളമ്പിയ സമയത്ത് തരും? ഇവനെ ആരും നോക്കും? നിന്റെ അച്ഛൻ 5 മണിക്ക് എത്തില്ലേ? എല്ലാം വെച്ചിരിക്കും ടേബിളിൽ വെച്ച് കൊടുക്കണ്ടേ? അതിന്റെ മുൻപ് നീ 3:30 ഇവിടെ നിന്ന് എത്തില്ലേ? ആര് ചെയ്യുന്നു പറഞ്ഞട്ടാ? അവളെ നല്ലപോലെ പഠിച്ചതാ. കല്യാണം കഴിച്ചിട്ട് ജോലിയുള്ള കുട്ടി. അത് നിന്റെ അച്ഛനാ പറഞ്ഞു നിന്നെ ഗർഭിണിയായി പിന്നെ നീ ജോലിക്ക് പോകണ്ട, നീ ജോലിക്ക് പോയി വീട്ടിൽ ആകില്ല എന്നുള്ളത്. അങ്ങനെ വീട്ടു ജോലിക്കാരിയായിട്ട് ഇവിടെ ഇരുത്തിയതാ. ഒരു കാര്യം ചെയ്തോ, മോൾ ജോലിക്ക് വെക്കോ. വേറെ ആരെങ്കിലും ഇവർ പൈസ കൊടുത്ത് അവിടെ നിർത്തിക്കോട്ടെ. അപ്പം അറിയാം പൈസ നല്ലോണം എണ്ണി കൊടുക്കുമ്പോൾ. വാചകം കൊടുക്കുന്നു നോക്ക് അവള്. സമയത്ത് വെച്ചവർക്ക് തിന്നാൻ കൊടുക്കുന്നതും പോരാ. എനിക്ക് നിങ്ങളെ വർത്തമാനം കേൾക്കണം. എനിക്ക് കഴിക്കാനും വേണ്ട. എൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആക്കി നിങ്ങൾ ബാഗിൽ ഇട്ടോണ്ടാ ഞാൻ പോവാ. ഈ ദോശ കഴിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചോറാക്കിട്ട് വരാം. മോൾ ഇവിടെ ഇരിക്കേ. Stood at the edge of the forest and cried. Just a raccoon stood at the edge of the forest and cried. I want to go to school, he told his mother. I want to go to school, he told his mother. Just a raccoon stood at the edge of the forest. Just a raccoon stood at the ഇതൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, മോളെ അമ്മ പറഞ്ഞേ. എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് അമ്മയ്ക്ക് അതിന് വല്ലതും അറിയോ ഇംഗ്ലീഷ്? ഇംഗ്ലീഷൊക്കെ അറിയാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ട്യൂഷൻ എടുത്തൂടെ? എന്നാൽ പിന്നെ അച്ഛനടുത്ത് ഇങ്ങനെ പുറകെ നടന്ന് പൈസ ചോദിക്കണോ? എന്തെങ്കിലും പൈസ കിട്ടൂലേ? മോളെ അമ്മ നല്ലോണം പഠിച്ചതാ. നല്ലോണം പഠിച്ചിട്ടുണ്ട്. അമ്മനെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ടാണല്ലോ അച്ഛൻ എപ്പോഴും മണ്ടി എന്ന് വിളിക്കുന്നത്. അമ്മയ്ക്ക് പറ്റിയ പണിയുണ്ടല്ലോ, അത് അടുക്കളയിൽ അച്ഛമ്മനെ സഹായിക്കുന്നതാ. ഇതൊരു അച്ഛനാ. അച്ഛനൊന്നും വിളിക്കാതെ വന്നേ. ഞാൻ മോളിൽ കാണണമെന്ന് വന്നു. മോള് വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടെങ്കിലേ അമ്മയോട്. അതല്ല അമ്മച്ച, അമ്മയ്ക്ക് ഒരു വിവരമില്ല. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാന്നത്രേ. എന്നിട്ടാണ് ഞാൻ തോക്കാൻ. മോളെ നിന്റെ അമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നോ? അമ്മ BEd PG കഴിഞ്ഞ ആളാ. മോളെ ചെറിയ കുട്ടി വലുതായില്ലേ, നീ എവിടെയും ജോലിക്ക് കയറാൻ നോക്ക്. അച്ഛാ എനിക്കും ജോലിക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഏട്ടൻ വിടണ്ടേ? ഏട്ടൻ പറയണത് ഏട്ടൻ്റെയും പിള്ളേരുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഇരുന്നാൽ മതി എന്നാ. ഇതാരാ? മീറിന്റെ അച്ഛനോ? അതാ ഞങ്ങള് മേലെയായിരുന്നു. പിന്നെ ആരാ വർത്താനം പറയണ പോലെ താഴേക്ക് ഇറങ്ങി വന്നതാ? എന്താ ജോലിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ഇവരൊക്കെ വലുതായില്ലേ, ആ മോളിൽ ജോലിക്കാരെയും പറയുന്ന
അല്ല ഇനി മോൾക്ക് ജോലിക്ക് പോകാമല്ലോ. ഞാനും ആ കാര്യം ഇങ്ങനെ ആലോചിക്കുക. ഇനിയിപ്പോ ഇവരൊക്കെ വലുതായില്ലേ, ഇവൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നതാ നല്ലത്. അവളുടെ കാര്യങ്ങൾ നടക്കുമല്ലോ. മോൾക്ക് ജോലിയൊന്നും വേറെ അന്വേഷിക്കണ്ട. ആദ്യം പഠിപ്പിച്ച സ്കൂളിൽ തന്നെ കയറാം. അവരന്വേഷിക്കുന്നുണ്ട്. അമ്മോ ഇവനെന്തോ ഒരു സ്പീഡാ. ഇതൊക്കെ തന്നെയാണ് അവൻ ജോലിക്ക് പോകണ്ട പറയുന്നത്. ഇതുകളെയൊക്കെ നോക്കാൻ എന്നോട് കഴിയില്ല. അമ്മ ഒരു കുർത്തക്കേടാ. മോളെ അച്ഛൻ ഇതിൽ കുടിക്കാൻ എടുത്തു കൊടുക്ക്. ഞാൻ ചായ എടുത്തിട്ട് വരാം. മോളെ ചായയൊന്നും വേണ്ട, അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. വെള്ളം. മോളെ പിടിക്ക്, ഞാൻ പോവാ. എന്നാലും മോളെ മോൻ വന്ന് പറയട്ടെ, ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. അമ്മോട് പറയാ. ശരി. ഇപ്പം മനസ്സിലായോ നിന്റെ അമ്മ ഇങ്ങനെ വീട്ടിൽ നിങ്ങളെ നോക്കി ഇരിക്കേണ്ട ആളല്ല എന്നുള്ളത്? നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാ നിന്റെ അച്ഛൻ. ഞങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ജോലി ഉണ്ടായിരുന്നു. പാവം തന്നെ, അതിനിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുക. ഓ മോളെ, നിനക്ക് പറ്റുന്നതേ ജോലിക്ക് പോക്കാം. മോനെയൊക്കെ വേണിച്ച് ഞാൻ നോക്കാം. നീ എങ്ങനെയും ജോലിക്ക് പോകാൻ നോക്കിക്കോ. ഇനി അമ്മനെ കളിയാക്കോ നീ? നിന്റെ അച്ഛൻ എന്തായാലും എറണാകുളത്തിന് വരട്ടെ. ടൂർ കഴിഞ്ഞ് വന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എങ്ങനെയെങ്കിലും നിന്റെ അമ്മനെ ജോലിക്ക് വിടാൻ നോക്കാം. ഹലോ അച്ഛാ. എന്താ മോളെ? എനിക്ക് നല്ല പനിയാ. ആണോടാ, പനി വന്നോ? ഒരു കാര്യം ചെയ്യ്, അവിടെ മരുന്നല്ലേ അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കി. പിന്നെ നിന്റെ അമ്മ തരുന്ന മരുന്ന് കഴിക്കണ്ട കേട്ടോ. കാരണം നിന്റെ അമ്മയ്ക്ക് ഒരു വിവരവും ഇല്ല. മണ്ടത്തി അതിന് വായിക്കാനൊന്നും മര്യാദയ്ക്ക് അറിയില്ല. അച്ഛമ്മന്റെ അടുത്ത് ചോദിച്ചു വാങ്ങിച്ച് മോള് കഴിച്ചാൽ മതിയേ. അച്ഛൻ ചിലപ്പോ നാളെ രാവിലെ നേരത്തെ എത്തും കേട്ടോ. അച്ഛൻ പോയിട്ട് 2 ദിവസമല്ലേ, എന്തിനാ എത്ര നേരം അവിടെ നിൽക്കുന്നത്? മോളെ ഒരു കാര്യത്തിന് വന്നതല്ലേ അച്ഛൻ, അത് ശരിയായിട്ടില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിയില്ല, ചിലപ്പോ നാളെ രാവിലെ നേരത്തെ തന്നെ അച്ഛൻ എത്തും ശരിയായി കഴിഞ്ഞാ കേട്ടോ. 2 ദിവസം ഒന്നും കാത്തിക്കണ്ട, വേഗം വരണം. ആ ശരി, എന്നാ അച്ഛൻ വരാം. മോളിപ്പോ മരുന്ന് വാങ്ങി അച്ഛൻ വഴി പനി സുഖമാകട്ടെ, മരുന്ന് കഴിക്ക്. പിന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ല, അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. നിന്റെ അമ്മന്റെ അടുത്ത് മാത്രം മരുന്ന് വാങ്ങി കഴിക്കില്ല, അച്ഛൻ വരുന്ന മരുന്ന് കഴിക്കണം കേട്ടോ. ആ ശരി, എന്നാ അച്ഛൻ വേഗം വരാം. ശരി. അമ്മ എന്നെ തൊടണ്ട. നല്ല പനിയുണ്ട് മോളെ. എനിക്ക് അമ്മയുടെ മരുന്നൊന്നും വേണ്ട. വെള്ളം കുടിച്ചേ. അച്ഛൻ പറഞ്ഞ അമ്മ തരുന്നൊന്നും കഴിക്കണ്ടാന്ന്. അച്ഛമ്മേ, അച്ഛമ്മേ. മോളെ അമ്മ പറയണതൊന്ന് കേക്ക്. ഇതെങ്കിലും ഒന്ന് കേക്ക്. നല്ല പനിയാ. വേണ്ട. അച്ഛൻ പറഞ്ഞവരെ നോക്കിയിരുന്ന മോൾക്കൊന്ന് വയ്യാതെയാവും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടെ മോളെ? വേണ്ട, ഒന്നും വേണ്ട, ഞാൻ കിടന്നോട്ടെ. അച്ഛമ്മേ, എനിക്കൊരു ഗുളിക കൊടുത്താ. ഈ അമ്മ എനിക്ക് എന്തൊക്കെ തരുന്നു. നിന്റെ അമ്മന്റെ അടുത്തല്ല ഇപ്പൊ ഞാൻ ഗുളിക കൊടുത്തു വിട്ടത്, അതെന്താ കഴിക്കാത്തത്? ഈ അമ്മയ്ക്ക് തീരെ വിവരമില്ല. അച്ഛൻ പറഞ്ഞ അമ്മയ്ക്ക് വാങ്ങിക്കാനൊന്നും അറിയില്ല. വേറെ ഏതെങ്കിലും മരുന്നേക്കും തരിക. അതുകൊണ്ട് എനിക്ക് മരുന്ന് വേണ്ട. അച്ഛൻ വേറെ ഗുളിക എടുത്തോ. അമ്മയ്ക്കല്ല വിവരമില്ലാക, നിന്റെ അച്ഛനെ വിവരമില്ലാക. നിന്റെ അച്ഛന് വിവരമില്ലാത്ത കാരണം ഈ വിവരക്കേടൊക്കെ നിന്റെ അടുത്ത് വിളിച്ച് പറയുന്നത് ഈ ചെറിയ കുട്ടനോട്. നിന്റെ അമ്മയാ നീ ജനിച്ച സമയത്ത് പാൽ തന്നതും വളർത്തിയതും വലുതാക്കിയതൊക്കെ. നിന്റെ അമ്മയ്ക്ക് ശരിയാണ്, നിന്റെ അമ്മയ്ക്ക് വിവരം നല്ല കുറവാ. കുറച്ചും കൂടി നിനക്കൊന്ന് വിവരമുള്ളതാണെങ്കിൽ ഇവിടെ 2 അടി കൊടുത്ത് നീ ഒതുക്കിയിട്ടുണ്ടാവും. ഇത്രത്തോളം ഇവിടെ നിന്റെ അടുത്ത് വായടിക്കില്ല. അപ്പം അമ്മയ്ക്ക് വിവരമില്ല, അമ്മയ്ക്ക് വിവരമില്ല. അവിടെ എന്താ മന്ദബുദ്ധിയാണോ? നിന്നെയൊക്കെ വളർത്തി ഇത്രത്തോളം ആക്കാനൊക്കെ നിന്റെ അമ്മയ്ക്ക് നല്ല വിവരമുണ്ടല്ലേ. നിന്റെ അച്ഛൻ രാവിലെ ഓഫീസിൽ പോകുമല്ലേ, രാത്രിയല്ലേ വരുള്ളൂ. അച്ഛനാണോ നിനക്ക് ചോറൊക്കെ കറി എല്ലാം പാത്രത്തിലാക്കി സ്കൂളിൽ തന്നു വിടുന്നത്? രാവിലെ കഴിക്കാൻ അച്ഛനാണോ ആക്കണത്? ഡ്രസ്സ് അച്ഛനാണോ അലക്കുന്നത്? നിനക്ക് ചോറ് വരുത്തരുന്നത് നിന്റെ അച്ഛനാണോ? അമ്മയ്ക്ക് വിവരമില്ല, അമ്മയ്ക്ക് വിവരമില്ല, അമ്മയ്ക്ക് വിവരമില്ല. എല്ലാം നിന്റെ അച്ഛനെ കൂടെ ചെയ്യിപ്പിച്ചോ. നീ അങ്ങോട്ട് പോയിക്കോ, നീ ഒന്നും ചെയ്തു കൊടുക്കണ്ട, എല്ലാം കൂടെ അച്ഛൻ ചെയ്തു കൊടുത്തോട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, എവിടെയും ജോലി ശരിയാക്കാനേ നീ നേരെ പോയിക്കോ. എല്ലാം കൂടെ അച്ഛനും അവളും കൂടെ ചെയ്തോട്ടെ കാര്യങ്ങളൊക്കെ. ചെറിയവൻ ഞാൻ നോക്കിക്കോളാം. അല്ല മോളെ, നീ എന്തിനീ തൊട്ടതിന് പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണത്? അതിനാണ് നിന്റെ അച്ഛനും എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം തന്നത്? ഇതുകളുടെ വർത്തമാനം നോക്കിയിട്ട് കരയാനാ? നോക്ക്, ഇവർ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നാളെ വളർന്ന് വലുതായാലേ നിന്നോട് ചോദിക്കും, ഞങ്ങളെ നോക്കി ഇരിക്കാൻ പറഞ്ഞു അമ്മയുടെ ജോലിയും കളഞ്ഞിട്ട് എന്നുള്ളത്. അപ്പോൾ നിനക്ക് ഒരു മറുപടി ഉണ്ടാവില്ല. എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടേ നീ ജോലിക്ക് കയറാൻ നോക്ക്. കല്യാണം കഴിയത്ത മുൻപേ നീ ജോലിക്ക് പോയ കുട്ടിയല്ലേ, നല്ല വരുമാനം നിനക്ക് ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇപ്പം എന്തിനാ നീ മടിക്കുന്നത്? നീ ജോലിക്ക് പോയിക്കോ, ബാക്കി കാര്യങ്ങൾ അവരെ ഇരുന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ത് ചെയ്യണം എന്നുള്ളത്. അച്ഛമ്മയും ചേച്ചിയും വഴക്ക് പറഞ്ഞോ?
ചെറിയ കുട്ടിയുടെ വിവരം പോലും നിനക്കുണ്ടാ? നീ എത്ര വലുതാ അവനെ വെച്ചിട്ട്? നിന്റെ അമ്മ നീ എന്തിനെങ്ങനെ കരയിക്കുന്നത്? നീ ഒരു പെൺകുട്ടിയല്ലേ, നീ വളർന്നു വരുന്നതല്ലേ, നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കണം. നിന്റെ അച്ഛമ്മ നടത്തിയിരുന്നൊക്കെ നോക്കുവോ? അമ്മ തന്നെ വേണ്ടേ? അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ അമ്മയുടെ വില എന്താണെന്നുള്ളത്. അവരുടെ ജീവിതത്തിലെ അമ്മ 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 സോറി അമ്മ, എന്നോട് ക്ഷമിക്കണം അമ്മ. സാരില്ല മോളെ, മോള് കരയണ്ട. ഞാനിനി അങ്ങനെ ചെയ്യില്ല അമ്മ. സാരില്ല മോളെ. കരയണ്ട നീ. ഹലോ 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 2 കിലോ ഉഴുന്ന്, 1 കിലോ അവില്. ഹലോ അച്ഛ, മോൾക്ക് വേറെ ജോലി. അമ്മോ, എനിക്ക് വേണ്ട, എന്റെ ചോറായി ഇങ്ങോട്ട് ഒന്നുകൂടി. ഇനിയിപ്പോ ഇതൊക്കെ വലുതായില്ലേ, ഇവരിനെ നോക്കി എന്നല്ലേ അവളുടെ കാര്യങ്ങൾ നടക്കില്ല.